പവർഫുൾ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ്, ജീവിതം മാറ്റിമറിക്കുന്ന ശീലങ്ങളുടെ 4ാമത്തെയും അവസാനത്തെയും ഭാഗവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് വേൾഡിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റ് 3 ഭാഗങ്ങളുടെ ഒരു ഷോർട്ട് റീക്യാപ്പ്. സിമ്പിളും പവർഫുള്ളുമായുള്ള ആ പ്രാക്ടീസിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനായി ദിവസവും പ്രാക്ടീസ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ 2 പവർഫുൾ ആയിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വെറുതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഭാവിയിൽ നിങ്ങൾ എങ്ങനെയുള്ള ആളായി തീരണം, ഒരു മെന്റൽ പിക്ചർ നിങ്ങൾ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ 3 ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1ാമത്തേത് മെഡിറ്റേഷൻ അഥവാ ധ്യാനം, 2ാമത്തേത് വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം, 3ാമത്തേത് റീഡിംഗ് അഥവാ വായന. 1ാമത്തെ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റാണ് ഡെയിലി മെഡിറ്റേഷൻ. എല്ലാ ദിവസവും രാവിലെ 10-15 മിനിറ്റ് നിങ്ങളുടെ സൗകര്യം പോലെ സൈലൻ്റായിട്ടിരുന്നു കൊണ്ട്, നിശബ്ദമായിട്ടിരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ, അത് പോസിറ്റീവെന്നോ നെഗറ്റീവെന്നോ തരം തിരിക്കാതെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെയെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. മെഡിറ്റേഷൻ തന്നെ പല രൂപങ്ങളിലും ഭാവങ്ങളിലുമുണ്ട്. രാജയോഗ മെഡിറ്റേഷൻ ഉണ്ട്, സെൻ മെഡിറ്റേഷൻ ഉണ്ട്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട്, ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന മെഡിറ്റേഷനാണ് നിശബ്ദമായി ഇരുന്ന് നിങ്ങളുടെ ചിന്തകളെ വെറുതെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചിന്തകൾ കാടു കയറിപ്പോയിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു സ്റ്റേജ് എത്തുമ്പോൾ വീണ്ടും ഫസ്റ്റ് നിങ്ങളുടെ ചിന്ത എന്തായിരുന്നു, ആ ചിന്തയിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ നിങ്ങൾ ആ ചിന്തയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വീണ്ടും മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും നിങ്ങളുടെ ചിന്തകൾ അധികമായി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും ഫോക്കസ് ചെയ്യാൻ കഴിയാതെ ആകുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഫസ്റ്റ് ചിന്തയിലേക്ക്, ഫസ്റ്റ് തോട്ടിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ വളരെ അനായാസമായിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഒന്നുകിൽ നമ്മളുടെ ചിന്തകളിൽ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഫോക്കസ് ചെയ്യാം. ഉദാഹരണമായിട്ട് മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിൻ്റെ നാളത്തിലേക്ക് നോക്കിയിരുന്ന് ഫോക്കസ് ചെയ്യാം. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഈ തോട്ട് ഫോക്കസ് മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. ആദ്യം ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്തുള്ള മെഡിറ്റേഷനായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ഈ മെഡിറ്റേഷനാണ് അതിനെക്കാട്ടിലും ബെറ്ററായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മെഡിറ്റേഷനാണ് സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത്. ചിന്തകൾ ഇല്ലാതെയാകുന്ന അവസ്ഥ അല്ല മെഡിറ്റേഷൻ. നമ്മൾക്ക് ചിന്തകൾ ഉണ്ടാകും. ആ ചിന്തകൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുക മാത്രം ചെയ്താൽ മതി. നമ്മളുടെ ചിന്തകളുടെ മേൽ ഒരു കൺട്രോള്, ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ പരിശീലിക്കുന്നത്. മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളുടെ തലച്ചോറിനുള്ളിലെ ഒരു ഭാഗമായ അമിഗ്ഡലയിലാണ്
ഭയം, ആങ്സൈറ്റി, സ്ട്രെസ്സ് തുടങ്ങിയ വികാരങ്ങൾ രൂപപ്പെടുന്നത്. സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളുടെ തലച്ചോറിനുള്ളിൽ ഈ അമിഗ്ഡലയുടെ വലിപ്പം ചുരുങ്ങി വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ തലച്ചോറിനുള്ളിൽ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്ന 2 രാസവസ്തുക്കൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് വഴി നമ്മൾ കൂടുതൽ ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റ് പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലിനെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ, സർഗാത്മകതയെ വർദ്ധിപ്പിക്കും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. ഫോക്കസ് അല്ലെങ്കിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കും. മെമ്മറി പവർ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. പിന്നെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യും. അതായത് നല്ല തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കാനുള്ള ശേഷി നിങ്ങൾക്ക് നൽകും. അടുത്ത ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റാണ് വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഭാവിയിൽ നിങ്ങൾ എങ്ങനെയുള്ള ആളായി തീരണം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു മെൻ്റൽ പിക്ചർ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന രീതിയിൽ, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ ഒരു തിരക്കഥ എഴുതി ഉണ്ടാക്കി ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിങ്ങളുടെ മനക്കണ്ണുകൊണ്ട് കാണുന്നതിനെയാണ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത്. ഇതിനായിട്ട് നിങ്ങൾ വിഷൻ ബോർഡുകളുടെ സഹായം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് ഒരു കഥ പോലെ എഴുതി തയ്യാറാക്കി എല്ലാ ദിവസവും അത് വായിക്കുന്നത് ഈ വിഷ്വലൈസേഷൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. നമ്മളെല്ലാവരും ഇന്ന് കാണുന്നതും ഉപയോഗിക്കുന്നതുമായ ഒട്ടുമിക്ക വസ്തുക്കളും, ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാം ആദ്യം രൂപീകരിക്കപ്പെട്ടത് ആരുടെയൊക്കെയോ മനസ്സിലാണ്, ഒരു മെൻ്റൽ പിക്ചറായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് വളരെ പവർഫുൾ ആകുന്നത്. നെപ്പോളിയൻ ഹില്ലിൻ്റെ ഈ വരികൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. വാട്ടെവർ ദ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. നമ്മുടെ മനസ്സിന് എന്തൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നു, രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്നു, അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ തന്നെ സാധിക്കും. അടുത്ത ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റാണ് റീഡിങ് അല്ലെങ്കിൽ വായന. നമ്മളെല്ലാവരും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വായിക്കും. പ്രധാനമായിട്ട് ന്യൂസ് പേപ്പർ, മാഗസിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വായിക്കുന്നത്. അതിനു പകരം നമ്മളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതിനർത്ഥം നിങ്ങൾ പത്രം വായിക്കരുത് അല്ലെങ്കിൽ മാഗസിൻ വായിക്കരുത് എന്നല്ല. പക്ഷേ പത്രങ്ങളിലൊക്കെ വരുന്നത് കൂടുതലും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും പത്രം വായിക്കുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിലെ നല്ല ന്യൂസുകൾ മാത്രം വായിക്കുക. ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് പ്രശസ്തരായ ആളുകൾ അവരുടെ ജീവിത കഥകൾ, അവരുടെ വിജയത്തിൻ്റെ, പരാജയത്തിൻ്റെ, ജീവിതാനുഭവങ്ങളുടെ എല്ലാം കഥകൾ പങ്കുവെച്ച പുസ്തകങ്ങൾ, ഇതൊക്കെ വായിക്കുന്നത് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു 15 മുതൽ 30 മിനിറ്റ് ഒരു ലൈഫ് ചേഞ്ചിങ് ബുക്ക് എങ്കിലും വായിക്കാനുള്ള ഒരു ശീലം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. കുറച്ച് നല്ല ലൈഫ് ചേഞ്ചിങ് ബുക്സിൻ്റെ വിവരങ്ങളുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്
and stay blessed. This is your life, so do things that makes you happy, healthy, beautiful, powerful, confident and successful. Take care. Bye bye.